ഇന്നൊരു വെറൈറ്റി രസമായാലോ. ഞാനിന്നുണ്ടാക്കുന്നത് ബീട്രൂട്ട് രസമാണ്. ബീട്രൂട്ട് രസം ഇത് എളുപ്പമാണ്, എല്ലാം ബെസ്റ്റും എളുപ്പം തന്നെയാണ്. ഇത് നമ്മുടെ കൊച്ചുള്ളിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ടൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കടുക് വറുത്ത് അതിനകത്തേക്ക് തട്ടിയിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മുടെ സാധാ രസം വെക്കുന്ന രീതി തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല. തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണമല്ലോ. അപ്പോൾ ഇത് മറ്റേ പൊടിയും എല്ലാം കൂടിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം ഒരു ശകലം വെള്ളം ചേർത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴത്തേനും നന്നായിട്ട് ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടും. ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ കഷ്ണം കായ ഇട്ടിട്ടുണ്ട്. കായപ്പൊടി വേണമെങ്കിൽ കായപ്പൊടി അത് തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ മറ്റേ കട്ടക്കായം ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്ന ആ ഒരു മിക്സിലേക്ക് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് വേവിച്ച് വെച്ചേക്കാണ്. ബീട്രൂട്ട് ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ട് അത് കൊണ്ടുവന്ന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പുളിവെള്ളം, നമ്മുടെ പിഴുപുളിയില്ലേ, അത് ഒഴിച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, രസത്തിന് ഈ പുളിയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പിഴുപുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യാനുസരണം എത്ര ഉപ്പ് വേണോ അത്ര ഉപ്പ്, രസത്തിനൊരിച്ചിരി ഉപ്പ് തോനെയും വേണം. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മല്ലിയില, കുറച്ച് മല്ലിയില, രസത്തിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് സാധനം ഈ മല്ലിയില. അപ്പം മല്ലിയില ഞാൻ കുറച്ച് തണ്ടും അതും ഇതും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം, പരിവാണോന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ രസം തയ്യാർ. നല്ല സൂപ്പർ രസമാണ്. ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.